ഇത് ബേ ഹൗസ് എന്നാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ കോൺസെപ്റ്റിന് പേരിട്ടിരിക്കുന്നത്. അതിനകത്ത് ഈ പുഴ എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ തോട്ടിൽ ആദ്യമേ ഈ പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വാട്ടർ എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു നാച്ചുറൽ സ്റ്റോണിൽ കൂടെയുള്ള ഒരു പാത്ത് വേ കൊടുത്തിട്ട് ഡോറ് തുറക്കുമ്പോൾ നേരെ കാണുന്ന വ്യൂ, എല്ലാവരുടെ അട്രാക്ഷൻ പോകുന്നൊരു വ്യൂ ഈ പുഴയിലേക്കായിരിക്കും. അതാണ് ഈ വീടിൻ്റെ ഒരു ഡിസൈനിൽ ഫസ്റ്റ് നമ്മൾ തോട്ടിൽ കൊണ്ടുവന്നൊരു കാര്യം. ട്രോപ്പിക്കൽ ഒരു വീടാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ട്രോപ്പിക്കൽ കണ്ടംപററി, അതായത് സ്ലോ പ്രൂഫ് ആയിരുന്നു മെയിനായിട്ട്. അതായത് ഒരു കണ്ടംപററി മാത്രമായിട്ടുള്ളതല്ല, ഇതുപോലെ ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇമേജാണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ക്ലയൻറ്റിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച, ഒരുപാട് കാലത്ത് ഒരു എന്താ പറയുക, അധ്വാനം കൊണ്ട് നേടിയ ഒരു സ്ഥലത്ത് എന്നുള്ള രീതിയിൽ ഒരു വാല്യൂ ആ ക്ലയൻറ്റിൻ്റെ സൈഡിലുണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. കാരണം ഇതുപോലൊരു സ്ഥലത്ത് നമുക്കൊരു വീട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും. പഴയ കാലത്ത് നൊസ്റ്റാൾജിയൊക്കെ ഈ ഭാഗത്തിന് ഉണ്ടാവും. കാരണം അവരുടെ തറവാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ മെമ്മറീസിനെ റീകളക്ട് ചെയ്യുന്നൊരു വീടും കൂടിയാണ് ഈ പുഴയുടെ തീരത്തായിട്ട് നമ്മൾ ദി ബേ ഹൗസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു മോഡേണിസത്തിലേക്ക് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഡിസൈനിൽ എപ്പോഴും മോഡേണിസം കൊണ്ടുവരണം. അന്ന് നമ്മളുടെ എലമെൻസും പ്രകൃതിയിലുള്ള കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എലമെൻസും കാര്യങ്ങളും നല്ല വെളിച്ചവും ഈ പറയുന്ന വാട്ടർ ബോഡീസൊക്കെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഡിസൈനിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ ഡ്രീമാണത്. എൻ്റെ ചെറുപ്പം തൊട്ടുള്ളൊരു ഡ്രീമാണ് ഇങ്ങനത്തെ ഒരു വീട് എന്നുള്ളത്. ഈ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ട്രോപ്പിക്കൽ, അന്ന് ട്രോപ്പിക്കൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഹൗസ് എന്നുള്ളതുണ്ടല്ലോ, ആ ഒരു ഇത് എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി. അതെൻ്റെ ഒരു ഡ്രീം തന്നെ. അതെനിക്ക് ചെയ്യാൻ ദൈവം സഹായിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഈ വീട് നൽകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഫീലിങ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാവുക, നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യുക, നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ ചിന്തിക്കുക. നമുക്കൊരു ഏതൊരു കാര്യത്തിനും മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവും സപ്പോർട്ടും സമാധാനവും ആയിരിക്കും ഈ വീട് കൊടുക്കുന്നത്. ഞാൻ ഭയങ്കര കുറേ ദേഷ്യമുള്ള ആളായിരുന്നു, പക്ഷേ ദേഷ്യം കുറേ കുറഞ്ഞിട്ടുണ്ട് ഈ വീട് പണി കഴിഞ്ഞ പിന്നെ. എന്ന് വെച്ചാൽ കുറേ ക്ഷമിക്കാനും സഹിക്കാനൊക്കെ ഉള്ള കുറേ ഒരു ഇത് വന്നിട്ടുണ്ട് വീട് പണി കഴിഞ്ഞ പിന്നെ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു ഇത് വന്ന് ക്ഷമ കിട്ടിയിട്ടുണ്ട്, കുറേ ദേഷ്യം കുറഞ്ഞിട്ടുണ്ട്. ഈ വീടിനോടുള്ള ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എലമെൻറ്റ്സ് തന്നെയാണ്. കാരണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും എവിഡൻ്റായിട്ട് വാട്ടർ എലമെൻറ്റ്സ്, അതുപോലെ തന്നെ ഫയർ എലമെൻറ്റ്സ്, അതുപോലെ തന്നെ എയർ എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു നമ്മൾ ഈ വീട്ടിൽ കിട്ടുന്നൊരു സ്പേസ് എന്ന് പറയുന്നത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ എപ്പോഴും നോക്കുമ്പോൾ ഇമോഷണലായിട്ട് വരുന്നത് ഈ എലമെൻറ്റ്സ് തന്നെയാണ് ഈ വീടിനെ നമ്മൾ എത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നതും വേറൊരു ലെവൽ എക്സ്പീരിയൻസ് തരുന്നു. നമ്മൾ സ്വയമായിട്ട് എനിക്കിപ്പോൾ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ആർക്കിടെക്ട്സ് ഒന്നുമില്ല, അന്നൊരു എൻജിനീയറേ ഉള്ളൂ. അന്ന് എൻജിനീയേഴ്സേ ഉള്ളൂ. എൻ്റെ ചെറുപ്പ സമയത്തൊക്കെ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ്. എൻജിനീയേഴ്സ് കൊണ്ടെന്നുള്ള കോൺട്രാക്ടേഴ്സ് ആയിരിക്കും കൂടുതലും. ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു എൻജിനീയർ വെക്കുന്ന ഒരു വീടും ഒരു ആർക്കിടെക്റ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നൊരു വീടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ച് പറയാമെന്ന് വെച്ചാൽ നമ്മളൊരു ആർക്കിടെക്റ്റിന് കൊടുക്കേണ്ട ഒരു ഫീസുണ്ട്. അത് നമ്മൾ അവർക്ക് കൊടുക്കുക, നല്ലൊരു ആർക്കിടെക്റ്റിനെ കണ്ടെത്തുക. അപ്പോൾ അങ്ങനെ ഒരു ആർക്കിടെക്ചറലായിട്ട് ഒരു ആർക്കിടെക്റ്റ് ചെയ്യുന്നൊരു വീടാണെങ്കിൽ അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഇത് ഇത്രയും മനോഹരമായി തീർന്നത്. അതുകൊണ്ട് പുതിയൊരു തലമുറയ്ക്ക് ഇനിയും വീട് വെക്കുന്നവർക്ക് ഒരു കോൺട്രാക്ടറോ ഒരു എന്താ പറയുക, ഒരു എൻജിനീയറോ മാത്രം അല്ലാതെ ഒരു ആർക്കിടെക്റ്റിനെ ഉൾപ്പെടുത്തി ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു മനോഹരമായ വീടുണ്ടാക്കാൻ പറ്റും. അതിനകത്തൊരു സംശയമില്ല. പ്രോപ്പർട്ടി ഒരു റെക്റ്റാങ്കിൾ അങ്ങനെ സ്ക്വയർ പ്രോപ്പർട്ടി ആയിരുന്നില്ല, ഇറഗുലർ ഷേപ്പുള്ളൊരു പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ അതിന് നമ്മൾ വീടിൻ്റേതായിട്ടുള്ള ഇപ്പോൾ കിച്ചൺ പ്ലേസ് ചെയ്യാനും അതുപോലെ തന്നെ ലിവിങ് സ്പേസ് എപ്പോഴും ഫാമിലി ലിവിങ് ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റും കൂടിയായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ പുഴ വളരെ അടുത്ത് കാണണം എന്നുള്ളത്. അതിനോട് ചേർന്നിട്ട് നമുക്കൊരു ഇൻഫിനിറ്റി പൂളും അതിലുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ പുഴയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം ലിവിങ് സ്പേസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇറഗുലർ ഷേപ്പുള്ള ഈ ലേഔട്ടിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ നമുക്ക് ആ വലിയൊരു ഓപ്പൺ സ്പേസ് ഡോർ തുറക്കുമ്പോൾ എല്ലാ സ്പേസും കണക്റ്റഡ് ആയിട്ട് സ്പേസ്
ഫാമിലി ലിവിങ്സ് പുഴയോട് ചേർന്ന് കാണുന്ന രീതിയിൽ, അതിപ്പോൾ നമ്മൾ ഡൈനിങ്ങിലിരുന്നാലും കാണാൻ പറ്റും. ഈ വീടിൻ്റെ ഏതൊരു ഭാഗത്ത് നിന്നാലും പുഴയെ കാണാവുന്ന രീതിയിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലേഔട്ടിൽ. എന്ന് സാധാരണ ഞാൻ ആർക്കിടെക്ട്സിനെ പറ്റി കേൾക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളാണ് കൂടുതലും വീടുകളിലേക്ക് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് അവരുടെ ഇഷ്ടങ്ങളാണ് കൂടുതലും അടിച്ചേൽപ്പിക്കുക, അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ലിജോയെ സംബന്ധിച്ചോളം ഞാൻ എന്ത് പറയുന്നോ അതിനേലും കുറച്ചുകൂടി നല്ലതായിട്ട് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ട് അതെനിക്ക് പ്രസൻറ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് എന്ത് കൊടുക്കുമ്പോഴും പറയും, ചേട്ടാ ഇതിലും നല്ലതായിട്ട്, ഞാൻ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചേട്ടാ ഇതിലും നല്ലതായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയും. ഞാൻ ചില ഇമേജുകളൊക്കെ കാണിക്കുമ്പോൾ പറയും ഇതല്ല ചേട്ടാ ഇതിലും നല്ലതായിട്ട് ഞാൻ പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ പോകാമെന്ന് പറയും. അപ്പോൾ അതിലും നല്ലതായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് തമ്മിലുള്ള ഒരു കെമിസ്ട്രി നല്ലതായിട്ട് മുമ്പോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഇരിക്കുമ്പോൾ ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഡിസൈനിനകത്ത് വ്യത്യാസങ്ങൾ വരുത്തിയ ഒരു ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ ഞാനാണെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം പുള്ളി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് എന്ന് വെച്ച് കംപ്ലീറ്റ് ഒരു ഡിസൈനിലല്ല, എന്നിരുന്നാലും കുറേ വ്യത്യാസങ്ങൾ എനിക്ക് 10-35 ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെറിയതായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. പക്ഷെ അതെല്ലാം എന്താ പറയുക, ഞാൻ എന്താ ആഗ്രഹിച്ചോ അതേപോലെ തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ആസ് എ ക്രിയേറ്റർ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, നമ്മളെ എലമെൻറ്റ്സ്, നമ്മുടെ പഞ്ചഭൂതങ്ങൾ എത്രത്തോളം നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ തോട്ട്സിലേക്ക് കൊണ്ടുവരുന്നു, അത് അവിടെ താമസിക്കുന്നവർക്കും അത് കാണുന്നവർക്കും അത് ഫീൽ ചെയ്യുന്നവർക്കും എല്ലാം ഒരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻഷ്യൽ ആക്കുന്നുണ്ട്. കാരണം പുറമേയുള്ള മെറ്റീരിയലുകളോ അല്ലെങ്കിൽ നമ്മൾ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിന് ഉപരി നമ്മൾ ഈ സ്പേസിലിരിക്കുമ്പോൾ കണക്ട് ചെയ്യുന്നത് ഈ എലമെൻറ്റ്സ് തന്നെയാണ്. അത് കണ്ണിനുണ്ടാക്കുന്ന എനർജി നമ്മളുടെ മനസ്സിനും ഒക്കെ ഒരു ശാന്തി നൽകുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻഷ്യലാണ്. എൻ്റെ ചെറുപ്പത്തിലുള്ളൊരു ഭയങ്കര ഡ്രീമായിരുന്നു ഈ പുഴയുടെ സൈഡിലൊരു വീട് വെക്കണമെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഈ പണിയുടെ തുടക്കം തൊട്ട് ഏറ്റവും അവസാന സമയം വരെ കായലായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈ പുഴ കണ്ടപ്പം എൻ്റെ തറവാട് അടുത്താണ്. അപ്പോൾ ഇങ്ങനൊരു സ്ഥലം കണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാനിവിടെ വന്ന് കുറേ പിക്ചേഴ്സൊക്കെ എടുത്തേക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയത്. അപ്പോൾ അവിടെ തന്നെ ഒരു വീട് വെക്കാൻ പറ്റി. അന്ന് ഒന്നും ഇങ്ങനൊരു വീട് ഇവിടെ വെക്കാൻ പറ്റുന്നൊരു ചിന്തയൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഇതെല്ലാം പണിയെല്ലാം തീർത്ത് എനിക്ക് ആ ഡോറിൽ നിന്ന് ഞങ്ങളിങ്ങ് വരുമ്പോൾ ഈ പുഴ, ഈ ഒരു ഹാള്, പൂള്, പുഴ, ഇങ്ങനത്തെ ആ ഒരു ഇതാണ് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. അത് ഈ ഫിനിഷിങ്ങോട് കണ്ടപ്പോഴത്തേക്കുള്ള സന്തോഷം അത് നമുക്കൊരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരിതാണ്. ഇപ്പോഴും ആൾക്കാർ വരുമ്പോൾ പറഞ്ഞത് ഇതെങ്ങനെ ഈ ഡിസൈനിലോട്ട് കൊണ്ട് എത്തിച്ചെന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലിജോയുടെ തന്നെ ഒരു കഴിവ് തന്നെയാണ്.